ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആൽഫയുടെ ട്രെയിലറും ടീസറും ഞാൻ കണ്ടു ആൻഡ് എവ്രിബഡി ഈസ് ഹേറ്റിംഗ് ഓൺ ആൽഫ. ട്രെയിലറും ടീസറും വന്നു തുടങ്ങി ആൾക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദുരന്തരമായിട്ട് കമ്പയർ ചെയ്യുന്നു. ബട്ട് ഇസ് ഇറ്റ് ദർ എ പ്രോബ്ലം ഉണ്ടോ? ശരിക്കും ആൽഫ ഇത്രയും ഹെയ്റ്റ് അർഹിക്കുന്നുണ്ടോ? ഞാൻ പേഴ്സണലി ആൽഫയുടെ ടീസറും ട്രെയിലറും കണ്ടു കഴിഞ്ഞു. എനിക്കെന്താ തോന്നിയെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മേജറായിട്ട് 4 പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കത് കവർ ചെയ്യാം. ഫസ്റ്റ് ട്രെയിലർ ആൻഡ് ടീസർ. അത് കണ്ടിട്ട് എനിക്ക് തോന്നിയ പ്രോബ്ലംസ് ഞാൻ പറയാം. ടീസർ ജസ്റ്റ് അവോയ്ഡ്. ട്രെയിലർ അതാണ് നമ്മുടെ മെയിൻ സാധനം. ഐ തിങ്ക് ദ ട്രെയിലർ വാസ് വെരി ആവറേജ്, ലൈക്ക് വെരി സ്റ്റൈലൈസ്ഡ് ആക്ഷൻസ്, ഭയങ്കര ക്രിഞ്ച് ഫെസ്റ്റ് ഡയലോഗുകൾ ആൻഡ് ദിസ് ദ യൂണിവേഴ്സസ് തിങ് അതിന് ഞാൻ പറയാം. ബട്ട് സ്റ്റിൽ ആലിയ ഭട്ട് ഈസ് നോട്ട് സൂട്ടബിൾ. ഈ ഒരു ക്യാരക്ടറിന് സൂട്ടായിട്ട് തോന്നുന്നില്ല. പുള്ളിക്കാരി ചെയ്യുന്ന ആ പരിപാടിയൊക്കെ ലൈക്ക് ഇറ്റ് ആഡ്സ് ടു ദി ക്യാരക്ടറിനെ ആഡ് ചെയ്ത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആക്കാനാണ് നോക്കുന്നത്. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ഡോണ്ട് ഫീൽ, ഷീ ഡസൻ ഫീൽ ടഫ് ക്യാരക്ടർ, ടഫ് ബാഡി ബ്ലാക്ക് വിഡോ ടൈപ്പ് ക്യാരക്ടർ ആണെന്ന് പുള്ളിക്കാരിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഷീ ഈസ് എ റിയലി ഗുഡ് ആക്ട്രസ്, നോ ഡൗട്ട്. ബട്ട് ഷീസ് നെപ്പോ, ബട്ട് സ്റ്റിൽ ഷീസ് എ റിയലി ഗുഡ് ആക്ട്രസ്. എന്നാലും പുള്ളിക്കാരിക്ക് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ആൻഡ് ഐ ഫീൽ ലൈക്ക് ദേ ഷുഡ് കാസ്റ്റ് സമ്മൺ എൽസ് യുനോ ഇൻ ദിസ് യൂണിവേഴ്സ്. ആ യൂണിവേഴ്സിൻ്റെ കാര്യം ഞാൻ വേറെ പറയാം. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഒരു ഡയലോഗുകൾ ഇറ്റ്സ് വെരി ക്ലീഷേ ആൻഡ് ദാറ്റ് രാമായണം എഫക്റ്റ് സീത വരുന്നു എന്നൊക്കെ ഉള്ളത് ലൈക്ക് ഈ ഹിന്ദു മിത്തോളജി നൈസായിട്ട് ചുരണ്ടി യുനോ അതങ്ങനെ ചെയ്യാൻ നോക്കുന്ന ആ പരിപാടി ഇറ്റ്സ് വെരി വെരി ക്ലീഷേ ആൻഡ് എവറിത്തിങ് ഇസ് ക്ലീഷേ. ഡയലോഗ് ആണെങ്കിലും അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ആണെങ്കിലും പിന്നെ ഇതൊരു സ്റ്റൈലൈസ്ഡ് വേൾഡ് ആയിട്ടാണ് കാണിച്ചത്. ആൻഡ് വി ഡോണ്ട് റിയലി വാണ്ട് സ്റ്റൈലൈഡ് വേൾഡ് എഗെയിൻ യുനോ. കാരണം ഇതിനു മുമ്പ് ചെയ്ത നിങ്ങൾ യൂണിവേഴ്സൽ പരിപാടികൾ ഇനി വേണ്ട. കാരണം എന്താണ്? ദുരന്തർ ഇറങ്ങി. അതാണ് രണ്ടാമത്തെ പോയിന്റ്, ദ ദുരന്തർ എഫക്റ്റ്. ദുരന്തറിന് ശേഷം ദുരന്തർ ഒരു സ്പൈ പടമാണ്, ലൈക്ക് സ്പൈ പോകുന്നു പാകിസ്ഥാനി പരിപാടിയിലേക്ക് ചെയ്യുന്നു. അതിനു മുമ്പ് ഇറങ്ങിയ YRF പടങ്ങൾക്കെല്ലാം അതൊരു ഒരു നല്ല ജിമിട്ടം പണി കൊടുത്ത പോലെ ആയിപ്പോയി. ഇനി അതിനുശേഷം ഇറങ്ങുന്ന പടങ്ങൾക്കും ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ട്രോളും, ഓബ്വിയസ്ലി ട്രോളും. ആ പടം ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്തു. ഓഫ് കോഴ്സ് അതിനൊരു ചെറിയ പ്രോപ്പഗാൻഡ ഫാക്ടർ ഉണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു പടം ഒരു നല്ല പടമായിരുന്നു. അത് നല്ലൊരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്തു. അപ്പം അതിന് വരുന്ന ഏതൊരു പടം ഇൻ ടേംസ് ഓഫ് സ്പൈ ആണെങ്കിലും എന്തെങ്കിലും, പാകിസ്ഥാൻ ഇന്ത്യ ആണെങ്കിലും എന്തെങ്കിലും മിലിറ്ററി ആണെങ്കിലും, ആ ഒരു ബെഞ്ച് മാർക്ക് നിങ്ങൾ അടുത്തെങ്കിലും വരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ചെങ്കിലും ഒന്ന് മാനിക്കണ്ടേ എന്നുള്ള രീതിയിലെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ട്രോള് കേൾക്കേണ്ടി വരില്ലായിരുന്നു. എല്ലാവരും മടിയിൽ നിന്ന് കമൻറ്റ് ചെയ്യുന്നതാണ്. ദുരന്തർ പ്ലീസ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ലെറ്റ്സ് മിസ് ദിസ് എന്നൊക്കെ പറഞ്ഞ് വി ആർ നോട്ട് റെഡി ഫോർ ദിസ്, അപ്പം വി ഡോണ്ട് വാണ്ട് ടു ബി റെഡി ഫോർ ദിസ് അങ്ങനെയൊക്കെ പറഞ്ഞ് ലൈക്ക് ട്രോൾ തന്നെയാണ്. ആൻഡ് ഇറ്റ് മേക്ക് സെൻസ്. ആണോ എന്താണ് ഇറ്റ്സ് അങ്ങനത്തെ ഒരു ലോകമല്ല ഇവർ കാണിക്കുന്നതെങ്കിലും നിങ്ങൾ ഇനി സെറ്റ് ചെയ്യാൻ പോകുന്ന, ഇനി വരാൻ പോകുന്ന എല്ലാ പടത്തിനും സെറ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ദുരന്തറിന് അത് ബീറ്റ് ചെയ്തില്ലെങ്കിലും ഒരു മിനിമം ക്വാളിറ്റി എങ്കിലും വേണം. പണ്ടത്തെ പോലെ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി, ഹിന്ദി സിനിമ ഇനി ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ കുറച്ചും കൂടിയും ബുദ്ധി വെച്ച് തുടങ്ങി. ഇനി ഓബ്വിയസ്ലി ഇനി കുറച്ചും കൂടി ബുദ്ധി വെച്ചാൽ മിക്കവാറും ഇവരെയൊക്കെ തല്ലി പുറത്താക്കും, ഈ നെപ്പോ കിഡ്സിനെയൊക്കെ. അത് വേറൊരു പോയിന്റാണ്, അത് ലാസ്റ്റ് പോയിന്റാണ്. അതിന് മുമ്പ് വേറൊരു പോയിന്റ് ഞാൻ പറയാം. യൂണിവേഴ്സൽ പ്രോബ്ലം എന്ന കറക്റ്റായിട്ട് പറയണമെങ്കിൽ യൂണിവേഴ്സ് പ്രോബ്ലം എന്നായിരിക്കും പറയുന്നത്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് കണ്ട് എല്ലാവരും പറഞ്ഞു നമുക്ക് ഇനി എല്ലാവർക്കും യൂണിവേഴ്സ് അങ്ങോട്ട് തുടങ്ങാം. എല്ലായിടത്തും അത് എഫക്ട് ചെയ്തു. എല്ലാ ഇൻഡസ്ട്രിയിലും യൂണിവേഴ്സ് തുടങ്ങാൻ തുടങ്ങി. നമ്മുടെ ലോകേഷ് തുടങ്ങി. അത് ആക്ച്വലി സക്സസ്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. ബിക്കോസ് ലോകേഷ് ഈസ് എ റിയലി ഗുഡ് നാരേറ്റീവ്. പുള്ളിക്ക് ഒരു വിഷൻ ഉണ്ടായിരുന്നു. ഹി നോസ് വട്ട് ടു ഡു. ബട്ട് ഇനി ലോക യൂണിവേഴ്സും വേറെ ചെയ്ത് അവർക്കും നേരത്തെ എല്ലാം സെറ്റായിട്ട് റെഡി ആയിട്ടാണ് വന്നത്. ബട്ട് സ്റ്റിൽ ഈ ഒരു YRF സ്പൈ യൂണിവേഴ്സ് പറഞ്ഞ സംഭവം അതൊക്കെ ഈ ടൈഗറൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് അവർ ഇങ്ങനത്തെ ഒരു സംഭവം തുടങ്ങാമെന്ന് വിചാരിച്ചത്. അതൊരു യൂണിവേഴ്സൽ പ്രോബ്ലം ആയിരുന്നില്ല. ടൈഗർ നല്ല പടമായിരുന്നു, പിന്നെ ടൈഗർ 2 നല്ല പടമായിരുന്നു, ടൈഗർ 3 ശോകമായി. ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിലെ എല്ലാ പടങ്ങളും ശോകമായിരിക്കും. ബിക്കോസ് ദേ ജെനുവൻലി ഡോണ്ട് കെയർ അബൌട്ട് ദിസ്. അവർക്ക് യൂണിവേഴ്സും ഒരു കോപ്പം വേണ്ട, അവർക്ക് വേണ്ടത് കാശാണ്. ആ കാശിന് വേണ്ടി ഈ പരിപാടി വർക്കാവുമെങ്കിൽ അത് നമ്മൾ ചെയ്യും. അങ്ങനെയാണ്, അല്ലാതെ ഒരു ജെനുവിനായിട്ട് അവർക്ക് യൂണിവേഴ്സ് കണക്ഷൻ അങ്ങനെയൊന്നും ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒരു താല്പര്യമില്ല. അത് വെരി ക്ലിയർലി വിസിബിൾ ആണ്. അവരുടെ പടങ്ങൾ കണ്ടാലും അവരുടെ ഈ ഒരു ആക്ടിങ്, കാസ്റ്റന്മാരൊക്കെ ഇങ്ങനെ എടുക്കുന്ന ഇവരുടെ പടത്തിൽ നീ വാ, നിന്റെ പടത്തിൽ ഞാൻ വാ, അങ്ങനെയൊക്കെ ഒരു ഷെയർ അതൊക്കെ കാണുമ്പോൾ തന്നെ ഇറ്റ്സ് വെരി എവിഡൻറ്റ് ദേ ഡോണ്ട് കെയർ അബൌട്ട് ദിസ് യൂണിവേഴ്സൽ ഷിറ്റ്. ദേ കെയർ അബൌട്ട് എന്താണ്?
മണി, അതാണ് അവർക്ക് വേണ്ടത്. അപ്പൊ ഈ യൂണിവേഴ്സിൽ അടുത്ത വരുന്ന ഈ സംഭവം ഇങ്ങനെ യൂണിവേഴ്സ് പരിപാടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് കാശ് വിൽക്കാനാണ് നോക്കുന്നത്. ഈ ട്രെയിലറിൽ ബേസിക്കലി എല്ലാം കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇവരിവിടെ എത്തും, എന്നിട്ട് ഫ്രണ്ട്സ് ആവും, എന്നിട്ട് ഇങ്ങനെ പിന്നെ ഇവര് കാണും. പിന്നെ അത് ക്യാമിയോ ഋതിക് റോഷനെ കൊണ്ടുപോയി. ഋതിക് റോഷനാ നിങ്ങൾ സാക്ഷാൽ ക്ലിന്റ് ഈസ്റ്റ്വുഡിനെ വേണമെങ്കിൽ കൊണ്ടുവന്നോ. ക്ലിന്റ് ഈസ്റ്റ്വുഡ് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്, ആ കണ്ണുണ്ടപ്പോ, നീല കണ്ണുണ്ടപ്പോ. പക്ഷെ അവരെ കൊണ്ടുവന്നാൽ പോലും ഇറ്റ് വിൽ നോട്ട് വർക്ക്, ബിക്കോസ് ദ സ്റ്റോറി ഈസ് ദ കണ്ടന്റ് ഈസ് ദ കിങ്. ആൻഡ് അതിനെ ബീറ്റ് ചെയ്യാൻ ഒന്നും പറ്റില്ല. നോട്ട് ഈവൻ ദിസ് നെപ്പോ കിഡ്സ്. ദാറ്റ് ഈസ് ദ ഫോർത്ത് പോയിന്റ്, നെപ്പോട്ടിസം. അതൊരു വലിയ പോയിന്റ് തന്നെയാണ്. ശരി, ഒരു പ്രശ്നമല്ല, ഒരു വലിയ കാര്യം നമ്മൾ വലുതായിട്ട് കാണുന്നത്, ഇത്രയും ഹേറ്റ് കാണുന്നത് ശരിക്കും ഒരു പ്രശ്നം കാരണമല്ല. ഇറ്റ്സ് കൾമിനേഷൻ എന്ന് വെച്ചാൽ കുറേ പ്രശ്നങ്ങളിൽ ഇങ്ങനെ കൂടി വരുന്നിട്ടാണ് വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നത്. അപ്പം എല്ലാവരും വിചാരിക്കും എന്താണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്? ബിക്കോസ് ഇറ്റ്സ് നോട്ട് വൺ പ്രശ്നം, ഇറ്റ്സ് മെനി പ്രശ്നം. ഈ പറഞ്ഞ 4 എൻ്റെ ഒരു അനാലിസിസ്. ഇതൊക്കെ വ്യാധി എന്തോരം പ്രശ്നങ്ങളുണ്ട്. ഈ നെപ്പോട്ടിസം ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്. കാരണം ഇത് ഹിന്ദിയിൽ വളരെ എവിഡൻ്റ് ആണ്, തെലുങ്കിലും ഒക്കെ ഉണ്ട്, മലയാളത്തിലും ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇവിടെ ഓഡിയൻസ് ഇതിനാലെയും ആര് ടോപ്പിലെത്തണമെന്ന്. ബട്ട് അവിടെ ഗ്രൂപ്പിസം, പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും അവരെല്ലാവരും അടിയിലാണ്. ദി ഹൂ ഡിസൈഡ്? ഈ ഒരു കുടുംബങ്ങൾ, കപൂർ ഫാമിലി, ഈ കരൺ ജോഹർ, ഈ പുള്ളിക്കാരനാണ് എല്ലാവരും ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത്. ആലിയ ഭട്ടിനെ പുള്ളിക്കാരനാണ് ലോഞ്ച് ചെയ്തത്. അപ്പൊ പുള്ളിക്കാരിയുടെ ഒരു കരിയർ തീരുമാനിക്കുന്നത് പുള്ളിക്കാരിയല്ല, കരൺ ജോഹറാണ്. പുള്ളിയാണ് പറയുന്നത് ഇങ്ങനത്തെ പടത്തിൽ ഈ ഒരു പടം ചെയ്യണം, ഈ ഒരു പ്രായത്തിൽ ഈ ഒരു പടം ചെയ്യണം, നീ അടുത്തത് ഇവരെ കൊണ്ടുപോകാം. എന്നിട്ട് ഏതെങ്കിലും ഒരു ടാലന്റഡ് ഡയറക്ടർ വന്നാൽ അവർ അവരെ ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി നീ ഇങ്ങനത്തെ ഒരു പടം ഉണ്ടാക്കും. എന്നിട്ട് എന്തുണ്ടാവും? ഇതേപോലത്തെ പടം ഉണ്ടാവും. ഈ ഡയറക്ടർ ചെയ്ത ലാസ്റ്റ് പടം ഒരു റെയിൽവേ എന്ന് പറഞ്ഞ സംഭവം അടിപൊളിയാന്ന് കേൾക്കുന്നുണ്ട്. ഇനിയും അവർക്ക് ടാലന്റഡ് ഡയറക്ടേഴ്സിനെ കൊണ്ടുപോയി. ഇപ്പോൾ ഒടിയനെ കൊണ്ടുവന്നില്ലേ, കരൺ ജോഹറാണ് പ്രൊഡ്യൂസ് ചെയ്യണത് നമ്മുടെ മലയാളത്തിൽ. ബട്ട് ആ ഡയറക്ടർ സക്സസ്ഫുൾ ആയതുകൊണ്ടും കരൺ ജോഹർ അധികം ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. പുള്ളി അവിടെയല്ലേ, പുള്ളി ചുമ്മാ കാശ് പരിപാടിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനത്ര എഫക്റ്റ് ഉണ്ടാവില്ല. ബട്ട് നേരിട്ട് എഫക്റ്റ് ചെയ്യുമ്പോഴും ഈ ഒരു ആക്ടേഴ്സിൻ്റെയും ഈ ഒരു സ്റ്റാർ കിഡ്സിനെ എല്ലാം ഡയറക്റ്റ് ചെയ്യുന്നതൊക്കെ ഈ കരൺ ജോഹറും ഇവരുടെ ഈ ഒരു ഫാമിലി മാഫിയ ആ സംഭവമൊക്കെ തന്നെയാണ്. ഇവർ ടോപ്പിലെത്താൻ വേണ്ടി ഇവരെന്തും ചെയ്യും. ലൈക്ക് റിയലി മറ്റു ആക്ടേഴ്സിന് റോള് കൊടുക്കില്ല. ശർവരി എന്ന് പറഞ്ഞ പുള്ളിക്കാരി, ഈ പടത്തിലുള്ള പുള്ളിക്കാരിക്ക് ടീസറിൽ ഉണ്ടായിരുന്നില്ല, പുള്ളിക്കാരി ട്രെയിലറിൽ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇൻ ദ മൂവി ഐ വിൽ ഗ്യാരണ്ടി യു പുള്ളിക്കാരി സൈഡ് ലൈൻ ആയിരിക്കും. കാരണം ദ മെയിൻ ഫോക്കസ് ഈസ് ആലിയ ഭട്ട്. അതിന് മിക്കവാറും അവൾ പ്രൊമോഷനൊന്നും മാറ്റിക്കളയും. ഔട്ട്സൈഡേഴ്സിനെ ഔട്ട്സൈഡായിട്ട് നിന്നിട്ട് ഈ സ്റ്റാർ കിഡ്സിനെ മെയിൻ ആക്കാനാണ് ഈ ഒരു കരൺ ജോഹറും ഇവരുടെ ഈ കുടുംബവും മാഫിയും അവരെല്ലാവർക്കും അത് തന്നെ മതി. ഇത് കുറെ പേർക്ക്, ഇവിടത്തുള്ള കുറെ പേർക്ക് അറിയില്ല. അവിടത്തുള്ളവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അവർ പുറത്തുനിന്ന് ആൾക്കാരെ കേട്ടില്ല, അകത്തുള്ളവന്മാരെ തന്നെ കിങ് ആക്കി നിൽക്കും. ഓഡിയൻസിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഓഡിയൻസ് ഹേറ്റ് ചെയ്യണത്. അവിടുത്തെ ഓഡിയൻസ് നമുക്ക് ശരിക്കും കാണുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ, നമ്മൾ കാണുമ്പോൾ കുഴപ്പമില്ലല്ലോ, എന്താണ് ഇത്രയും ഉറപ്പിക്കണമെന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും ബട്ട് സ്റ്റിൽ അവിടെ നടക്കുന്ന ഒരു വലിയ കളിയാണ്, ഒരു മാഫിയ കളി, ഒരു കുടുംബക്കളി. ആ കളിയിൽ ഈ ഒരു പടത്തിന്റെ നെക്സ്റ്റ് അടുത്ത എരയാണ് ഈ ഒരു സംവിധായകൻ, ഇവിടെ ടാലന്റഡ് ആയിട്ടുള്ള പീപ്പിളും. യു ആർ ദ എര, ബിക്കോസ് വി ആർ ഓൾസോ ദ എര. ഓഡിയൻസും ആണ് ഇങ്ങനത്തെ ഒരു സിനിമകളാണ് ഇവരെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കാണാൻ വേണ്ടിയാണ്. ബട്ട് വി വിൽ സ്കിപ്പ് ഇറ്റ്. ഞാൻ എന്തായാലും സ്കിപ്പ് ചെയ്യും. ആൽഫ ഞാൻ കാണില്ല. അത് മാത്രമല്ല, ഈ ഒരു കുടുംബത്തിൽ നിന്നും ഈ ഒരു കുടുംബക്കാരും ഈ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ഇറക്കുന്ന എത്ര നല്ല ഒരു കണ്ടന്റ് ആണെന്ന് പറയുകയാണെങ്കിലും ദേ ഓൾവേസ് ഗോയിങ് ടു ബി എ ഹെയ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. കാരണം എന്താണ്? ബിക്കോസ് ആളുകൾക്കറിയാം ഇത് ഇവരിവിടെ എത്തിക്കാൻ വേണ്ടി എത്ര പേർക്ക് പണി കൊടുത്തിട്ടുണ്ട്, എത്ര പേരെ സൈഡ് ലൈൻ ആക്കിയിട്ടുണ്ട്, എത്ര പേരെ പറ്റിച്ചിട്ടുണ്ട്, എത്ര പേരുടെ കഷ്ടപ്പെട്ട ഒരു എഫേർട്ടിനെ അവർ കാണാതെ നടിക്കാതെ അവരെ സൈഡ് ലൈൻ ആക്കിയിട്ടുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ദാറ്റ് പീപ്പിൾ ഹെയ്റ്റ് ദീസ് സ്റ്റാർ കിഡ്സ് ആൻഡ് അവരുടെ ലൈഫും അവരെ ജനറലി. ബട്ട് ഇൻ ടേംസ് ഓഫ് സിനിമ, ഒരു സിനിമ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് നിങ്ങൾ ജെന്യുവനായിട്ട് പറയാം. നിങ്ങൾ ഈ ഒരു വേറൊരു കാര്യവും കൂടി ബോധറാകേണ്ട ഒരു കാര്യമില്ല. ഈ പടം വരും, ആൾക്കാർക്ക് എന്ത് തോന്നും അത് പറയുകയും ചെയ്യും. ആൻഡ് ഐ ഓൾസോ ബിലീവ്, hope it does well, but I don't have any expectation of this film. So yeah, that is my review. So bye.